കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാലാ ബിഷപ്പ് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ടാണ്. അന്ന് വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണവും അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വലിയ പ്രകടനവും എല്ലാം ആയിരുന്നു. പക്ഷേ അന്ന് പ്രകടനം നടത്തിയ തെമ്മാടികളെല്ലാം ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. 2 ദിവസം മുൻപ് കൊച്ചിയിൽ അക്ബർ അലി അറസ്റ്റിലായിട്ടുണ്ട്. അത് പാലാ ബിഷപ്പ് എന്തു പറഞ്ഞോ അത് നടത്തുന്ന ഒരു ജിഹാദിയെയാണ് പിടികൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രണയം നടിച്ച് ഈ പെൺകുട്ടികളെ വലയിലാക്കി അനാശാസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഒരു പ്രതിയാണ് കൊച്ചിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ അന്ന് ബിഷപ്പിനെതിരെ പറഞ്ഞവരെല്ലാം ഈ വാർത്ത കേൾക്കുമോ, അംഗീകരിക്കുമോ? ബിഷപ്പിനെതിരെ പറഞ്ഞ ആൾക്കാർ ഈ വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ പേര് തിഹാർ ജയിലിലും കുറച്ച് പേര് ഇവിടെ വിയ്യൂരും കണ്ണൂരും ഒക്കെ കിടന്നാണ് അത് കേൾക്കുന്നതേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളാണല്ലോ അന്ന് പാലാ ബിഷപ്പിനെതിരെ ചന്ദ്രഹാസം എടുത്ത് രംഗത്തിറങ്ങുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് എന്ന ഒറ്റ സംഘടനയിൽ ചുരുക്കി കാണാൻ കഴിയുമോ അന്നത്തെ? ഇല്ല, പോപ്പുലർ ഫ്രണ്ടുകാർ മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള നിരവധി സംഘടനകളുണ്ട്. മുസ്ലിം ലീഗ് പോലും ഒരു പരിധി വരെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണ്, അതുപോലെ ലവ് ജിഹാദ് എന്ന പ്രയോഗം തെറ്റാണ് എന്നൊക്കെയാണ്. ഇപ്പോൾ ഈ അക്ബർ അലി എന്ന് പറയുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ ചെറുപ്പക്കാരൻ, ഇയാളെ പോലീസ് പിടികൂടിയത് കൊച്ചിയിൽ എറണാകുളം സൗത്തിലും എടപ്പള്ളിയിലും 2 അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പെൺവാണിഭ നടത്തുന്ന ആൾക്കാർ പിടിയിലായ ഒരു കേസ് എന്നേ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുള്ളൂ. പക്ഷേ ഈ അക്ബർ അലിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പോലീസ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തുന്നത്. കാഴ്ചയ്ക്ക് സുമുഖൻ, മാന്യൻ, നല്ല പെരുമാറ്റം, നല്ല വസ്ത്രധാരണം, കണ്ടാൽ സുന്ദരൻ ഒക്കെയാണ് അക്ബർ അലി. അക്ബർ അലിയുടെ ഫോട്ടോയൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇയാളെ ജോലി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ ആഡംബര കാറുകളിൽ ഇറങ്ങി ഈ രാത്രി നൈറ്റ് വാക്കിന് ഇറങ്ങുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നമുക്കറിയാം, ഈ ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതുപോലെ പകല് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ടെക്കികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ കൊച്ചി ഒരു നമ്മുടെ ബോംബെ പോലെയോ ചെന്നൈ പോലെയോ ബാംഗ്ലൂർ പോലെയൊക്കെ ഉള്ള ഒരു വലിയ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ രാത്രിയും പകലും ഭേദമില്ല. രാത്രി പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, സ്ഥാപനങ്ങളൊക്കെ ധാരാളമുണ്ട്. അവിടെ ജോലിക്ക് പോകുന്നവരുണ്ട്. അതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ വന്ന് ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചെറുപ്പക്കാരികൾ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ രാത്രി നൈറ്റ് വാക്കിന് ഇറങ്ങുന്ന പെൺകുട്ടികളെ പതുക്കെ പരിചയപ്പെടും, അവരെ കമ്പനി അടിക്കും, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കും. പിന്നെ അവരെ പതുക്കെ പ്രണയക്കെണിയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ തൻ്റെ ഈ അനാശാസ്യ കേന്ദ്രങ്ങൾ എത്തിച്ച് അവരെ മാംസവിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വ്യഭിചാരത്തിന് അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. അതായത് ഈ അക്ബർ അലി വളരെ ആസൂത്രിതമായിട്ട്, തന്ത്രപരമായിട്ട് നല്ല രീതിയിൽ പെരുമാറി പെൺകുട്ടികളെയും സ്ത്രീകളെയും വശത്താക്കുന്നു, യുവതികളെയും വശത്താക്കുന്നു. വശത്താക്കിയതിന് ശേഷം അവരെ ഈ വ്യഭിചാരത്തിന് ഉപയോഗിക്കുന്നു എന്നാണ്. ഇത് കേവലം ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാർത്ത ആദ്യം വരുന്ന കാലത്ത് പ്രണയക്കെണിയിൽപ്പെടുത്തി അമുസ്ലിം പെൺകുട്ടികളെ വിവാഹത്തിലൂടെ മതം മാറ്റി മുസ്ലിമാക്കി വിവാഹം കഴിക്കുന്നു, ഇതാണ് നമ്മൾ ആദ്യം കേട്ട വാർത്ത. പിന്നീടാണ് അതിൻ്റെ പുറകിൽ മറ്റ് ചില ചതിക്കുഴികളുണ്ട് എന്ന് അറിയുന്നത്. പലരെയും പിന്നീട് കേരളത്തിൽ നിന്ന് കടത്തി, പലരും ഇവിടെയൊക്കെ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. ചിലരൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് പറയുന്നു. ചിലരെയൊക്കെ ഈ വ്യഭിചാരശാലകളിൽ, ഇത്തരത്തിലുള്ള പെൺവാണിഭ കേന്ദ്രങ്ങളിൽ വിറ്റതായിട്ട് വാർത്ത വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വാർത്തകൾ, വ്യാജ വാർത്തകൾ ഉൾപ്പെടെ ആ കാലത്ത് സരണിയിൽ പഠിച്ചവർ അഫ്ഗാൻ ജയിലിലാണ്. ഈ അക്ബർ അലിയുമായി പരിചയപ്പെട്ടവർ കൊച്ചിയിലുണ്ട്. എന്തായാലും അതെ, കൊച്ചിയിലുണ്ടെന്ന് നമുക്ക് പറയാം. അതും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഇത് എത്ര കാലമായി ഇയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാളുടെ കൂടെ ഒരു 4-5 സ്ത്രീകളുമുണ്ട് ഇയാളെ സഹായിക്കാൻ. ഇപ്പോൾ ഈ എടപ്പള്ളിയിലെയും എറണാകുളം സൗത്തിലെയും അനാശാസ്യ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള 6 പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 6 പേരെയും പോലീസ് രക്ഷപ്പെടുത്തി.
നോക്കൂ, അവരെ ഏതൊക്കെയോ ചതിക്കുഴികളിൽ പെട്ട് ഇവിടെ എത്തപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ശൃംഖല വളരെ വലുതാണ്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് എന്തോ കാരണത്താൽ ഇവിടെ വന്നിട്ട് പെട്ടുപോയതാണ്. ഇത് ഉത്തരേന്ത്യയിൽ ഇത്തരം കേസുമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പോലീസ് കർശനമായ നടപടിയെടുക്കുമ്പോൾ ചില രാഷ്ട്രീയക്കാർ ഇറങ്ങും. പോലീസ് അല്ല, അത് കണ്ടിട്ടില്ല, ഈ അൻവറിന്റെ എല്ലാം പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. RSS അതിന്റെ ഒരു സ്വാധീനമാണ് പോലീസിനുള്ളിൽ, പോലീസ് മുഴുവൻ RSS ആണെന്ന പ്രസ്താവനയുമായി രംഗത്ത് വരും. ഇനി മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ ഉണ്ടാവും. പക്ഷെ പോലീസിൽ പച്ച വെളിച്ചമാണോ, നീല വെളിച്ചമാണോ, ചുവന്ന വെളിച്ചമാണോ, കാവ്യ വെളിച്ചമാണോ ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം അല്ലേ. ഈ പച്ച വെളിച്ചം വാട്സാപ്പ് ഗ്രൂപ്പിനെ വളരെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട പലരും ഇപ്പോൾ സർവീസിലില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി ഇരവാദമൊക്കെ മുഴക്കി വരുന്നത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ നമ്മൾ പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യം വളരെ അദ്ദേഹം നൽകിയത് വലിയൊരു മുന്നറിയിപ്പാണ്. അത് സത്യത്തിൽ നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ അക്ബർ അലിയുടെ ഈ അനാശാസ്യ കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ട പെൺകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മയക്കുമരുന്നിന് അടിമയാണ് എന്നൊക്കെയുള്ള സംശയങ്ങളും പോലീസിനുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട്, രസകരമായ മറ്റൊരു കാര്യം, ഈ ഇവിടെ പിടിയിലായത് മുഴുവനും അമുസ്ലിം കുട്ടികളാണ്. എന്തുകൊണ്ട് ഇയാൾ ഈ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവരെ മാത്രം ഇതിലേക്ക് തിരഞ്ഞുപിടിച്ച് ഇങ്ങനെ കണ്ടെത്തി അവരെ വലയിൽപ്പെടുത്തുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇവിടെ പലരും അസ്വസ്ഥരാകുന്നത്. ആരസ്വസ്ഥരായാലും ഈ ചോദ്യം ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കും. ഇതിന് ഉത്തരം കിട്ടുന്നത് വരെ അതെ മതേതരത്വ സ്വഭാവം അങ്ങനെ തകർന്നു പോകുന്ന മതേതരത്വമാണെങ്കിൽ തകരട്ടെ എന്ന് വെക്കണം. ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യാൻ മതത്തെ കൂട്ടുപിടിക്കുന്നവർ ഏത് മതവിശ്വാസിയാണ്, എന്ത് തരം മതവിശ്വാസം. ട്രെൻഡ് ഉണ്ട്. നമ്മളെ തിരുവനന്തപുരത്തെ പാളയം മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ആ ചിത്രങ്ങൾ എടുത്തിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ല, അതൊക്കെ ആയിക്കോട്ടെ, റിയൽ കേരള സ്റ്റോറി എന്താണെന്ന് ഇപ്പോൾ ലോകത്തിന് അറിയാം. അഫ്ഗാൻ ജയിലിൽ കിടക്കുന്ന നിമിഷയുടെ കഥ എല്ലാവർക്കും അറിയാം. നിമിഷയുടെയും കൂട്ടുകാരികളുടെയും കഥ എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറഞ്ഞു പോകുന്നില്ല, ഒരുപാട് പേരുകൾ പറയാനുണ്ട്. 2009 മുതൽ ഈ വിഷയം പുറത്തു വന്ന ആ കാലം മുതൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ലവ് ജിഹാദിനെ സംബന്ധിക്കുന്ന വാർത്തകൾ പുറത്തു വന്ന ആ കാലം തൊട്ട് നമ്മളെല്ലാവരും, മലയാളികളെല്ലാവരും ഇതൊക്കെ അറിയുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ എന്താ പറയണ്ടേ, ഇതിനെ എന്തെങ്കിലും ഇട്ട് മറച്ചൊക്കെ പിടിക്കാൻ അതൊന്നും ഇനി വിലപ്പോകില്ല. ഇവിടെ അക്ബർ അലിയെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് അക്ബർ അലിയെ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അക്ബർ അലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടാനുണ്ട്. ഈ കൊച്ചിയിലെ, എറണാകുളം സൗത്തിലെ, ഇടപ്പള്ളിയിലെയും കേന്ദ്രങ്ങൾ കൂടാതെ മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ ഇയാൾ നടത്തുന്നുണ്ടോ, അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്, ഇത് വെറും ഈ പറയുന്നത് പോലെ ഒരു ലവ് ജിഹാദ് അല്ലെങ്കിൽ ഒരു വ്യഭിചാരശാല, പെൺവാണിഭം മാത്രമാണോ ഈ നടന്നിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടോ, ഈ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ഒഴിവാക്കി മറ്റ് സമുദായങ്ങളിലെ പെൺകുട്ടികളെ ഇതുപോലെ ഈ ഡ്രഗ്സ് കടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചതിനാണ് ഈ പാലാ ബിഷപ്പിനെതിരെ ഇവർ കൊടുവാളെടുത്തത്. പാലാ ബിഷപ്പ് പറഞ്ഞ പല കാര്യങ്ങളും, അന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പല കാര്യങ്ങളും സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്, അത് നമുക്കറിയാം. PC ജോർജ് അതെടുത്ത് പറഞ്ഞതിനാണല്ലോ അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നത്. അദ്ദേഹം ഈ പാലാ ബിഷപ്പിന് ഉറച്ച പിന്തുണയുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നു. വേറെ രാഷ്ട്രീയക്കാരെല്ലാം വാ പൊത്തിപ്പിടിച്ച് മൗനം പാലിച്ചപ്പോൾ PC ജോർജ് മാത്രമാണ് അതിനെതിരെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ ഒരു വലിയ വിപത്തിനെതിരെ രംഗത്ത് വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത്രയേറെ ജീവിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ട് പോലും കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാർക്കെങ്കിലും ഇതൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാകാത്തതായി നടിക്കുന്നു. ഇവിടുത്തെ ഭരണവർഗം അതിന് ഒത്താശ പാടുന്നു, ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. അത് കേരള സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്. ഇതെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അന്ന് ഇതിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. വലിയ നാശനഷ്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാവും. കേരളം ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്നത് എന്തിൻ്റെ നമ്പർ 1 ആയിത്തീരും എന്നുള്ള ചോദ്യമാണ്. അന്ന് ഈ കേരളം എന്തിൻ്റെ നമ്പർ 1 ആയി തീരും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.